finished our English online class. Previous day we discussed some textual abilities of the topic the nightingale and the rose. Today we can discuss its remaining part. Let's start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1. Read the following passage. A word is missing where / is marked. Fill in the blanks with suitable words to make this passage meaningful. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക. അവിടെ ഓരോ ഭാഗത്തും / എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വിട്ട ഭാഗത്ത് എന്തായിരിക്കും / ഇട്ട ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. വിട്ട ഭാഗത്ത് ചേർത്ത് എഴുതുക. ഓക്കെ. ദ നൈറ്റിംഗേൽ ആൻഡ് റോസ് ഈസ് ബ്രാക്കറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാരിറ്റൽ. അപ്പോൾ അവിടെ / കൊടുത്ത് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ. എന്ന് വെച്ചാൽ വിട്ടുപോയ ഭാഗത്ത് വാക്കുകൾ ചേർത്ത് എഴുതുക. അപ്പോൾ ഇവിടെ വേണ്ടത് നൈറ്റിംഗേൽ ആൻഡ് റോസ് എന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ അവിടെ എ റോസ് ഈസ് എ ഫെയറിറ്റെയിൽ. പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി ഈസ് വെരി സിമ്പിൾ. അപ്പോൾ അവിടെ ബി എന്നുള്ളത് വേണ്ടത് ദ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി ഈസ് സിമ്പിൾ. എ യങ് സ്റ്റുഡൻറ് തോട്ട് ദാറ്റ് ഹി വാസ് madly love with the professor's daughter. അപ്പോൾ ഇവിടെ എ യങ് സ്റ്റുഡൻറ് തോട്ട് ദാറ്റ് ഹി വാസ് madly love with the professor's daughter. അപ്പോൾ ഇവിടെ സി എന്നുള്ളത് വേണ്ടത് ഇൻ ലവ് വിത്ത് ദ professor's daughter. The girl told him that she would only dance with him if he brought a red rose. കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഫാണ് ചേർക്കേണ്ടത്. He felt miserable because he could not find a single red rose in wall garden. In the wall garden. അപ്പോൾ ഈ വേണ്ടത് The nightingale overheard this and was deeply touched by young man's true love. അപ്പോൾ അവിടെ എന്നോർത്ത് the young man's true love. So she decided to help young man. ഇപ്പോൾ ജി എന്നോർത്ത് വേണ്ടത് to help the young man. But she was told that the only way to get a red rose in that cold winter for her to build it out of her music and her heart's blood. അപ്പോൾ അവിടെ winter was for her to build it out of her music and her heart's blood. She was ready to lay down her own life for the happiness of the young couple. Lay down. അപ്പോൾ ഇവിടെ ഐ എന്നിടത്ത് വേണ്ടത് ഡൗൺ. ഷീ therefore did what she was told to do. Next morning the most beautiful red rose appeared, but the nightingale was found dead beneath the rose tree. Beneath. J എന്നിടത്ത് വേണ്ട beneath. Next one 2. Look at the words or phrases underlined in the following sentence. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിലെ അടിവരയിട്ട വാക്കുകൾ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. എന്താണത്? Then he put on his hat and ran up to the professor's house. അങ്ങനെ അവൻ put on എന്നുള്ള വാക്കും ran up എന്നുള്ള വാക്കും ആ സെൻറ്റൻസിൽ അടിവരയിട്ടിട്ടുണ്ട്. They are phrasal verbs. അവ എന്താണ്? phrasal വെർബുകളാണ്. Phrasal verbs usually do not bear the meanings of the words used as such. അപ്പോൾ അതേ ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മളെടുത്ത് പരന്ന പോലെയുള്ള അവയുടെ അർത്ഥം എന്നുവെച്ചാൽ ഒന്നിച്ചൊരു വാക്കായിട്ട് പരിഗണിക്കുമ്പോൾ വെർബ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ അടങ്ങിയിട്ടുള്ള വാക്കുകളാണ് പ്രയോഗങ്ങളാണ് എന്താ പറയുക ഫ്രേസൽ വെർബ്സ് എന്ന് പറയുക. ദ മീനിങ് ഓഫ് പുട്ട് ഓൺ ഈസ് ടു വിയർ. ഇപ്പോൾ ഇവിടെ പുട്ട് ഓൺ എന്നതിൻ്റെ അർത്ഥം വിയർ എന്നാണ്. റാൻ അപ്പ് എന്ന് വെച്ചാൽ മ്യൂ ക്വിക്ക്ലി, പെട്ടെന്ന് സഞ്ചരിക്കുക, ചലിക്കുക. ടു വേർ സംവൺ ഈസ്, ആരെങ്കിലും അടുത്തേക്ക് ചലിക്കുക, നീങ്ങുക. ഫൈൻഡ് ഔട്ട് സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രേസൽ വെർബിന് ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. എക്സാമ്പിൾ: pass by, ran fast, passed through, sailed across, pay for, put on, ran up. ഇതൊക്കെ ഫ്രേസൽ വെർബ്സിന് ഉദാഹരണമാണ്. മേക്ക് എ ഫ്യൂ ഫ്രേസൽ വെർബ്സ് യൂസിങ് ദ ഫോളോയിങ് വെർബ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രേസൽ വെർബ്സ് ഉണ്ടാക്കുക. എക്സാമ്പിൾ: ടേക്ക് ഡൗൺ മീൻസ് റൈറ്റ്, then take up, then take back, then take in, take after. ഇപ്പോൾ ടേക്ക് വെച്ചുകൊണ്ടായി. then bring വെച്ചുകൊണ്ടിരിക്കണേ bring back, bring down, bring up, bring out. turn down, turn in, turn out, turn up.
then carry, carry on, carry out, carry off, carry over. Then get, get around, get after, get away, get about. Make, make out, make up, make off, make up for. Then put, put off, put out, put across, put on. Now frame the sentences selecting one phrasal verb from each set. ഓരോ സെറ്റുകളിൽ നിന്നും ഒരു ഫ്രേസൽ വെർബുകൾ വീതം തിരഞ്ഞെടുത്തിട്ട് അത് വാക്യത്തിൽ പ്രയോഗിച്ചെഴുതുക. എക്സാമ്പിൾ, ടേക്ക് എവേ. ടേക്ക് എവേ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? റിമൂവ്, അല്ലേ, മാറ്റുക. ദ പോലീസ് ടുക്ക് പ്രൊട്ടസ്റ്റേഴ്സ് എവേ ആഫ്റ്റർ. ലുക്ക് ലൈക്ക് ഹീ ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ. ലുക്ക് ആഫ്റ്റർ, അവൻ്റെ മേ നോക്കി, പോലീസുകാർ അവിടെ അവിടെ നിന്ന് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ സെൻറ്റൻസുകളിൽ ഈ പറഞ്ഞ ഫ്രേസൽ വെർബുകൾ ചേർത്ത് എഴുതേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക. ബട്ട് ദർ ഈസ് നോ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ. എൻ്റെ തോട്ടത്തിൽ ഒരു റോസാപ്പൂ ഇല്ലായിരുന്നു. അപ്പോൾ മൈ എന്നുള്ള വാക്കാണ് മൈ. സോ ഐ ഷാൾ സിറ്റ് ലോൺലി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നു. ഐ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ വിൽ പാസ് മീ ബൈ. അവൾ എന്നോട് കടന്നു പോകും. ഷീയും മീയും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഷീ വിൽ ഹാവ് നോ ഹീഡ് ഓഫ് മീ. അവൾ എന്നെ ശ്രദ്ധിക്കുകയില്ല. മീ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈ ഹാർട്ട് വിൽ ബ്രേക്ക്. എൻ്റെ ഹൃദയം നുറുങ്ങും. ഹീ ബറീഡ് ഹിസ് ഫേസ് ഇൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ്. ഹീ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹിസ്, അതുപോലെ ഹിസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദ വേർഡ്സ് അണ്ടർലൈൻ ഇൻ ദ എബോവ് സെൻറ്റൻസസ് ആർ വേർഡ്സ് വി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് എ നൗൺ. അപ്പോൾ അടിവരട്ട വാക്കുകൾക്ക് എന്താണ്? നാമത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ദേ ആർ കോൾഡ് പ്രൊനൗൺ. അവയാണ് എന്ത് പറയുന്നത്? പ്രൊനൗൺ അഥവാ സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. ദേ ഹാവ് സബ്ജക്റ്റ്. അവയ്ക്ക് സബ്ജക്റ്റ് ഉണ്ടാവാം. ദെൻ ഒബ്ജക്റ്റുകൾ ഉണ്ടാവാം. ആൻഡ് പൊസീവ് ഫോംസ്. ഇവയെല്ലാം സബ്ജക്റ്റായിട്ടോ ഒബ്ജക്റ്റായിട്ടോ പൊസീവ് ഫോംസ് ഒക്കെ ആയിട്ട് വരാം ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പ്രൊനൗണുകൾ. വി ക്യാൻ കാറ്റഗറൈസ് ദ എബോവ് പ്രൊനൗൺസ് ആസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പ്രകാരം നമുക്ക് അവയെ തരംതിരിക്കാം. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ്. സബ്ജക്റ്റിൽ വരുന്നതാണെന്ത്? ഐ. ദെൻ ഷീ, ഹി. അപ്പോൾ അതൊക്കെ സബ്ജക്റ്റാണ്. ദെൻ ഒബ്ജക്റ്റിൽ വരുന്നതാണ് മീ, അസ്, യു, ഹിം, ഹെർ, ദം, ഇറ്റ്. അതുപോലെ പൊസസീവ് വരുന്നത് സ്ഥാനത്തെ, ഉടമസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? പൊസസീവ്. സബ്ജക്റ്റ് നമുക്കറിയാം ഒരു വാക്യത്തിലെ പ്രധാന ഭാഗമാണ് സബ്ജക്റ്റ്. ഓക്കെ, പൈഷാൾ സിറ്റ് ലോൺലി എന്നതിൽ ഐ ആണെന്ത്? സബ്ജക്റ്റ്. അവിടെ എതിരുണ്ട്. പിന്നെ ഷീ വിൽ പാസ് മീ ബൈ എന്നുള്ളിടത്ത് ഷീ ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഹീ ബറീഡ് ഹിസ് ഫേസ്, ഹീ ആണ് സബ്ജക്റ്റ്. അതുപോലെ ഒബ്ജക്റ്റ് മീ, അല്ലേ. ഷീ വിൽ പാസ് മീ ബൈ, മീ അവിടെ ഒബ്ജക്റ്റാണ്. അതുപോലെ അസ്. പിന്നെ അതുകൂടാതെ വരുന്നത് മീ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ് വരുന്നുണ്ട്, ഹിം വരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ പിന്നീട് വരുന്നതാണ് അസ്, ഹെർ, ദം, ഇറ്റ്. ഇതൊക്കെ പൊസീൽ വരുന്നത് മൈ, മൈൻ. ഓക്കെ, ദെൻ അവർ, യുവർ, ഹിസ്, ഹെർ, ദയർ, ഇറ്റ്സ്. ഇതൊക്കെ പൊസസീവ്സ് ആണ്. There are 7 personal pronouns in English. Prepare a table of all the 7 personal pronouns and their object and possessive forms. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 7 പ്രൊനൗൺസാണുള്ളത്. അവയുടെയൊക്കെ ഒബ്ജക്റ്റും പോസിറ്റീവ്സും എടുത്തെഴുതുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഐ. സബ്ജക്റ്റ് ഐ. അതിൻ്റെ ഒബ്ജക്റ്റ് രൂപമാണ് മീ. പോസിറ്റീവ് ഫോം മൈ. അടുത്തത് വി. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോം അസ്. അതിൻ്റെ പോസിറ്റീവ് ഫോം അവർ. യു. ഒബ്ജക്റ്റ് യു എന്നാണ്. അതിൻ്റെ പോസിറ്റീവ് ഫോം യുവർ. ഹി, ഹിം, ഹിസ്. ഷീ, ഹെർ, ഹെർ. ഇറ്റ്, ഇറ്റ്സ്. ദേ, ദം, ദയർ. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. Okay, next one, let's edit. Shin, a student of class 8, wrote a summary of the story The Nightingale and the Rose. Read it. There are some errors which are underlined. Edit the errors. ഇപ്പോൾ താഴെ അശ്വിൻ എഴുതിയ ഒരു ഭാഗം സമ്മറി കൊടുത്തിട്ടുണ്ട്. നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്നുള്ള പാഠത്തിൻ്റെ സമ്മറി. പക്ഷേ ആ സമ്മറിയിൽ ചില തെറ്റുകളുണ്ട്. അത് അടിവരയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബോൾഡ് ചെയ്തിട്ടുണ്ട്. അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നോക്കാം. എ റിച്ച് ഗേൾ ടെൽസ് എ യങ് മാൻ വിച്ച് ഈസ് എ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഇവിടെ യങ് മാൻ, വിച്ച് എന്ന് വരുന്നിടത്ത് യങ് മാൻ ഓർത്തിരിക്കുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വ്യക്തിയാകുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് റിലേറ്റീവ് ക്ലോസ് വു ആണ്. അപ്പോൾ അവിടെ വു ആണ് വേണ്ടത്. വു ഈസ് എ സ്റ്റുഡൻറ്റ്. വിച്ച് അല്ല, അത് വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വിച്ച്.
വെൻ സമയം, വേർ സ്ഥലം രൂപത്തിൽ ഓർത്തിക്കുക. That she will danced with him at the ball the next night if he brings her a red rose. അപ്പോൾ അവിടെ ഡാൻസ്ഡ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ പാസ്റ്റാണ്, എന്നുവെച്ചാൽ വരാൻ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ V1 ഫോം എഴുതണം. ഡാൻസ്ഡ് എന്ന് മാറ്റിയിട്ട് ഡാൻസ് എന്നാക്കണം. അപ്പോൾ അവിടെ ഉത്തരം ബി ഡാൻസ്. ഹവർ ഹി നോ ഹാസ് റെഡ് റോസ്. എന്തായാലും അയാളുകൾ എന്തില്ലായിരുന്നില്ല, റോസപ്പൂ ഉണ്ടായിരുന്നില്ല. ഹി നോ ഹാസ്, അവിടെ ഹി ഹാസ് നോ റെഡ് റോസസ് എന്നാണ് വേണ്ടത്, കാരണം വേർഡ് ഓർഡർ തെറ്റിയിട്ടുണ്ട്. ഹി ഹാസ് നോ റെഡ് റോസസ് എന്നാണ് വേണ്ടത്. ആൻഡ് വോക്കലൈസസ് ഹിസ് ഡെസ്പെയർ വെൻ എ നൈറ്റിംഗേൽ ഹിയേഴ്സ് ഹെർ. അപ്പോൾ അവിടെ ഹിസ് ഡെസ്പെയർ, അവൻ്റെ നിരാശ നൈറ്റിംഗേൽ കേട്ടു. ഓക്കെ, ഹിയേഴ്സ്, അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ ഹിം എന്നാണ് വേണ്ടത്, ഹെർ അല്ല, ഹിം, അവൻ്റെ ശബ്ദമാണ് കേട്ടത്. ദ നൈറ്റിംഗേൽ ഈസ് എന്നാണ് വേണ്ടത്, കാരണം നൈറ്റിംഗേൽ സിംഗിളാണ്, അതുകൊണ്ട് സിംഗിൾ ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ പ്ലൂറൽ ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചുള്ളത്, അത് തെറ്റാണ്. അപ്പോൾ ഈസാണ് വരേണ്ടത്. ദ നൈറ്റിംഗേൽ ഈസ് ടച്ച്ഡ് ബൈ ദ സോൾ ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഡിസയർസ് സ്ട്രോങ്ലി ടു ഹെൽപ്പ് ഹിം. ദ ബേർഡ് ഫ്ലൈഡ് അറൗണ്ട് ട്രൈയിങ് ടു ഫൈൻഡ് എ റെഡ് റോസ്. അപ്പോൾ അവിടെ ഫ്ലൈസ് എന്നാണ് വേണ്ടത്, ഫ്ലൈഡ് അല്ല, ഫ്ലൈസ്, പ്രസൻറ്റ് ഫോം. ബട്ട് നൺ ആർ റെഡ്, അവിടെ ഒന്നുമില്ല. ഷീ ഫൈനലി ഈഴ്സസ് ഹെർ ഹാർട്ട് ഓൺ എ തോൺ ടു ബ്ലീഡ് ഇൻ ടു എ വൈറ്റ് റോസ്, മേക്കിംഗ് ഇറ്റ് എ ബ്രില്യൻ റെഡ് റോസ് ആൻഡ് ഇൻ ദ പ്രോസസ് ഡൈസ്. ഫൈനലി എന്നൊരു തെറ്റാണ്. 3 എല്ലുണ്ട്, 2 എല്ല് മതി. FINALLY ആണ് വേണ്ടത്, ഒരു എല്ല് കൂടുതലുണ്ട്, അപ്പോൾ അത് മാറ്റാം. എ സ്റ്റുഡൻറ്റ് ഫൈൻഡ്സ് ദ റോസ് ആൻഡ് ഈസ് ത്രിൽഡ് സോ ഹി പ്ലക്സ് ഇറ്റ് ആൻഡ് ബ്രിങ്സ് ഇറ്റ് ടു ഹിസ് ലവ്. അപ്പോൾ അവിടെ എ സ്റ്റുഡൻറ്റ് കൊടുത്തിരിക്കുന്നത്, ആർട്ടിക്കിൾ അവിടെ ദാന്ന് വേണ്ടത്, ദ സ്റ്റുഡൻറ്റ് എന്ന് വേണ്ടത്, ഒരു നിർത്തലാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ വേണ്ടത് ദാണ്, എ മാറ്റി ദ ആക്കുക. ഓക്കെ, ദ ഗേൾ റിജക്ട്സ് ദ റോസ് സേയിങ് ഇറ്റ് വോണ്ട് മാച്ച് ഹെർ ഡ്രസ്. സംവൺ എൽസ് ഹാസ് ബ്രോട്ട് ഹെർ ജ്വൽസ് വിച്ച് ആർ മച്ച് ബെറ്റർ. ഇപ്പോൾ ജ്വൽസ് സ്പെല്ലിംഗ് തെറ്റാണ്, JEWELS ആണ് വേണ്ടത്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ജ്വൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, which are much better. Angrily the student walks away and throws the rose in the gutter where it is run over by a car. Conclude that love is ridiculous and logic is better. അപ്പോൾ അവിടെ വേണ്ടത് concludes, ഒരു എസിൻ്റെ കുറവ്, concludes. Let's play with the language game. നമുക്ക് ലാംഗ്വേജ് ഗെയിം കളിക്കാം. Read each sentences and fill in the blanks with a adverb from the box. ബോക്സ് കുറച്ച് അഡ്വേർബ്സ് കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് എഴുതുക. ലൗഡ്ലി, ഹാർഡ്, ആംഗ്രിലി, ഹാപ്പിലി, വെൽ, ഹോപ്പ്ഫുള്ളി, സ്ലോലി, ലൈറ്റ്ലി, നെവർ, ഹംഗ്രിലി, ദർ, ഫൈനലി, ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ്. ഹെൻറി ഏറ്റ് ദ സൂപ്പ് ഡാഷ്. ആംഗ്രിലി ആണോ ഹംഗ്രിലി ആണോ? അപ്പോൾ വേണ്ടത് ഹംഗ്രിലി, ഹംഗ്രിലി. ഫസ്റ്റ് വേണ്ടത് ഹംഗ്രിലി. അപ്പോൾ എക്രോസ് ആണ്, എക്രോസ് വിലങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ ഒന്നാമത്തെ നമ്പറിൽ ഹംഗ്രിലി എന്ന് എഴുതും. മാളവിക ഹിറ്റ് ദ ബോൾ ഹോട്ട് ആൻഡ് റൺ. ഹാർട്ട്. സെക്കൻഡ് വൺ ഹാർട്ട്. അപ്പോൾ അക്രോസ് ദ. ദുർഗ ബ്രഷ് ദ ക്യാൻവാസസ് ലൈറ്റ്ലി വിത്ത് യെല്ലോ പെയിൻറ്റ്. ലൈറ്റ്ലി. ഓൾ ദ സ്റ്റുഡൻസ് ഡിഡ് വെരി വെൽ ഇൻ ദ റീഡിംഗ് ടെസ്റ്റ്. വെൽ. അപ്പോൾ ചേർക്കുന്നത് വെല്ലാണ്. ദ ട്വിൻസ് കുഡിൻറ്റ് ബിലീവ് ദെയർ ബർത്ത്ഡേ ഹാഡ് ഡാഷ് അറൈവ്ഡ്. ഫൈനലി അറൈവ്ഡ്. അവസാനം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, ഐ വിൽ സിറ്റ് ഹിയർ, യു ക്യാൻ സിറ്റ് ഡാഷ്. ഞാനിവിടെ ഇരിക്കാം, നീ അവിടെ ഇരുന്നോളൂ. യു ക്യാൻ സിറ്റ് ദർ. നെക്സ്റ്റ് വൺ, ഡൗൺ, താഴോട്ട്. പദപ്രശ്നമാണ്, ഈ താഴോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ നോക്കാം. നവീൻ ഡാഷ് എഗ്രീഡ് ടു ജോയിൻ ദ ഗെയിം. നവീന് സന്തോഷത്തോടെ ഗെയിമിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചു. ഹാപ്പിലി. നവീൻ ഹാപ്പിലി എഗ്രീഡ് ടു ജോയിൻ ദ ഗെയിം. സെക്കൻഡ് വൺ, ദ ക്രിക്കറ്റ് ചീപ്ഡ് ഡാഷ് ഔട്ട്സൈഡ് ദ വിൻഡോ. ക്രിക്കറ്റ് ചീപ്സ്. ചീവീട്. ചീവീടുകൾ ഉച്ചത്തിൽ ശബ്ദിച്ചു ഞങ്ങളുടെ പുറത്ത്. ഇപ്പോൾ ലൗഡ്ലി. ചെറുപ്പിട്ട് ലൗഡ്ലി ഔട്ട്സൈഡ് ദ വിൻഡോ. നെക്സ്റ്റ് വൺ, ദ ടയർഡ് ചിൽഡ്രൻ വാക്ക്ഡ് ഹോം ഫ്രം സ്കൂൾ. ക്ഷീണിച്ച കുട്ടികൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് നടന്നു. എങ്ങനെ? സ്ലോലി, സ്ലോലി. നെക്സ്റ്റ് വൺ, ദ ക്യാറ്റ് ഹിസ്ഡ് ഡാഷ് വെൻ ദ ഡോഗ് വാക്ക്ഡ് ബൈ. അതിലൂടെ നായ കടന്നു പോയപ്പോൾ പൂച്ച എന്ത് ചെയ്തു? ദേഷ്യത്തോടെ ചീറ്റി. അപ്പോൾ അവിടെ ആംഗ്രിലി. വെൻ ഐ ഹിയർഡ് ദ അനൗൺസർ ബിഗിൻ ടു നെയിം ദ വിന്നേഴ്സ് ഐ ലുക്ക്ഡ് അപ്പ് ഡാഷ് ഹോപ്പ്ഫുള്ളി. അപ്പോൾ അവിടെ വേണ്ടത് ഹോപ്പ്ഫുള്ളി. ഇതൊക്കെ താഴോട്ട് എഴുതി പോകാൻ വേണ്ട, താഴോട്ട് ഇങ്ങനെ എഴുതി പോവാം. ഹോപ്പ്ഫുള്ളി.
Next one, Lucia ran dash enough to catch up with others. Ran fast enough to catch up with others. Last one, Rita has dash experienced snowfall before. Rita has never experienced snowfall before എന്നവർത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതി ചേർത്തു. Now write your answers in the crossed puzzle. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോന്നും എഴുതി ചേർത്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ പദപ്രശ്നത്തിൽ പസിലിൽ ക്രോസ് വേർഡ് ആഴോട്ടും വിലങ്ങനെയും ഈ പറഞ്ഞ ഓരോ വാക്കുകളും നമ്പർ അനുസരിച്ച് ക്രമത്തിൽ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. I think all of you got the idea about this activities. The coming day we can discuss the new topic. Still wait. Have a nice day. Thank you.